കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നുസ്രത്ത് കോളേജിലേക്ക് പോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നിട്ടും പോയി. അത് മുന്നേ കാണാനും എങ്ങനെയെങ്കിലും സംസാരിച്ച് അവൻ്റെ ദേഷ്യം മാറ്റാനും വേണ്ടിയായിരുന്നു. പക്ഷേ കോളേജിൽ എവിടെ അവനെ കണ്ടില്ല. അല്ലാത്തന്നെ സങ്കടവും കുറ്റബോധവും കൊണ്ട് മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. മുന്നേ കാണാത്തുകൂടി ആയപ്പോൾ ആ വേദന ഒന്നുകൂടെ വർദ്ധിച്ചു. വിളിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെയ്തില്ല. അവൻ ഫോൺ എടുക്കില്ലെന്ന് ഉറപ്പായിരുന്നു അവൾക്ക്. വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാതെ സമാധാനവുമില്ല. നേരെ എബിയുടെ ക്ലാസ്സിലേക്ക് ചെന്നു. അവൻ ഡെസ്കിൽ കയറിയിരുന്ന് ഫോണിൽ നോക്കുന്നുണ്ട്. എബി, അവളവനെ പുറത്തേക്ക് വിളിച്ചു. എന്താ ഉസ്ര? അവൻ പുറത്തേക്ക് ഇറങ്ങി അവിടെ അടുത്തേക്ക് വന്നു. അത് പിന്നെ മുന്നേ അവനെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ലീവാണെന്നോ മറ്റും? അല്ല, ഇവിടെ എവിടെയും കാണാനില്ല. അപ്പോൾ നിന്നോട് പറഞ്ഞില്ല അവൻ? ഇന്ന് അവൻ്റെ സിസ്റ്റർ പെണ്ണാണ് വരുന്നെന്ന്. ഇന്ന് ലീവാണെന്ന് എന്നോട് ഇന്നലെ പറഞ്ഞിരുന്നു. എബി പറഞ്ഞപ്പോൾ അവളൊന്ന് മോളുക മാത്രം ചെയ്തു. അവൻ പറയാൻ വിട്ടതാവും. ഇന്നലത്തെ അവസ്ഥ നീയും കണ്ടല്ലേ? ലൈലയോർത്ത് അവൻ ആകെ ടെൻഷനായിരുന്നു. അതുകൊണ്ട് അവൻ മറന്നുപോയത്. ശരി, ഞാൻ ചെല്ലട്ടെ. അവൾ മുന്നോട്ട് നടന്നു. നുസ്ര, ഒന്ന് നിന്നേ. എബി പിന്നീന്ന് വിളിച്ചു. അവൾ അപ്പം തന്നെ തിരിഞ്ഞ് എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. എന്താ നിന്റെ മുഖത്ത്? എബി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. മുഖത്തോ? അവളൊന്ന് ഞെട്ടി കൈകൊണ്ട് കവിള് മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. ആ, രണ്ടു ഭാഗം ചോന്നിട്ടുണ്ടല്ലോ, ആകെ വീർത്ത പോലെ. എന്തു പറ്റി? അതൊന്നുമില്ല, വയ്യ, പനി വരുന്ന പോലെയൊക്കെ, അതാ. അവളവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. എവിടെ നോക്കട്ടെ? അവൻ അവിടെ നെറ്റിയിൽ തൊട്ട് നോക്കി. അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ നിന്നു. ഏയ്, പനിയൊന്നുമില്ല, ഇത് വേറെന്താണ്? എന്താടാ പറ്റിയേ? എന്താണേലും പറയും. ലൈലി മുന്നില്ലാത്ത തന്നെയാണോ ഈ മൂഡൗട്ട്? അവൻ ചോദിച്ചു. അതുകൂടെ ആയപ്പോൾ അവൾക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. എല്ലാ എബിയോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. വേദനയോടെ എബിയുടെ മുഖത്തേക്ക് നോക്കി. എബി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തിനാ നുസ്ര ഒരു മുഖവുര? എന്താണെങ്കിലും പറ. അവളൊന്ന് ശ്വാസം എടുത്ത് വിട്ടു. രണ്ടും കൽപ്പിച്ച് പറയാനൊരുങ്ങിയതും എബിയുടെ ക്ലാസ്സിലേക്ക് മിസ് വരുന്നുണ്ട്. മിസ് വരുന്നുണ്ട് നിന്റെ ക്ലാസ്സിലേക്കാ, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ അവൾ വേഗം അവിടുന്ന് പോയി. അല്ലാതെ തന്നെ എബിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉള്ള സമാധാനം കൂടി പോയി കിട്ടി. നുസ്രയ്ക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്ന് എബിയുടെ മനസ്സ് പറഞ്ഞു. പിന്നെ ചോദിക്കാമെന്ന് കരുതി അവൻ ക്ലാസ്സിലേക്ക് കയറി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അവൻ അവളെ നോക്കിപ്പോയി. ക്ലാസ്സിലെവിടെയും കണ്ടില്ല. ഒരു കുട്ടിയോട് നുസ്ര എവിടെയും തിരക്കിയപ്പോൾ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. കാരണം ചോദിച്ചപ്പോൾ വയ്യ, എന്തോ ക്ഷീണമാണെന്ന് പറഞ്ഞു. അതുകൂടെ ആയപ്പോൾ എബി ഉറപ്പിച്ചു അവളുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന്. എബി വീട്ടിലെത്തി അപ്പം തന്നെ ഫോൺ എടുത്ത് നുസ്രയെ വിളിച്ചു. കുറേ നേരം റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്തു. എന്താ പിശാച് നിനക്ക്? അവൾ ഫോൺ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ ഉറക്കമായിരുന്നു, അതാ ഫോൺ റിങ് ചെയ്ത് അറിയാഞ്ഞ്. ഉറക്കോ? അതിന് 7 മണി പോലും ആയില്ലല്ലോ. വെറുതെ കിടന്ന ഉറങ്ങിപ്പോയി. പനിയൊന്നോ? അവൻ ചിരിച്ചു. ഉവ്, വരുന്ന ലക്ഷണ. സത്യം പറ, എന്താ നിനക്ക്? എന്താ പറയേണ്ടതെന്ന് പറഞ്ഞ്. ഒന്നുമില്ലെന്ന് മാത്രം പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു. അപ്പോഴവൾ ഒന്നുമില്ലെന്ന് തന്നെ പറഞ്ഞു. പറയാൻ പറ്റില്ലേ? വേണ്ട, അത് വിട്. നീ ലൈല വിളിച്ചില്ലേ? ഇല്ല. ഇല്ലേ? അതെന്താ? ഇപ്പോൾ അവിടെ അവസ്ഥ ശരിയല്ലല്ലോ, ഒന്ന് ഓക്കെ ആവട്ടെ എന്ന് കരുതി. എടി പോത്തെ, വിളിക്കാമെന്ന് അവളെന്താ വിചാരിക്കുക? നമുക്കൊന്നും അവളെ വേണ്ട, ഓർമ്മയിലെന്നൊക്കെ അല്ലേ? നീ അവളൊന്ന് വിളിച്ചു നോക്ക്, അവസ്ഥയ്ക്കൊന്ന് ചോദിക്കുക. അല്ലെങ്കിൽ വേണ്ട, നിന്റെ തൊട്ടടുത്ത വീട്ടിലല്ലേ അവളിപ്പോൾ. നീ നാളെ ചെന്നൊന്ന് കാണാം അവളെ. ഇത്തിരി നേരം അവിടെ ഒന്ന് ചിരിക്കാൻ സംസാരിക്കുകയും ചെയ്യും. അവൾക്ക് സന്തോഷമാവട്ടെ, അവൻ പറഞ്ഞു. അവൾ ശരിയെന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു. ഒഴിഞ്ഞു മാറിയതാണ്. ഇനി അവനൊന്നും ചോദിക്കേണ്ടെന്ന് കരുതി. എല്ലാം പറയണമെന്ന് തന്നെയായിരുന്നു. അവനോട് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരം ഒഴിഞ്ഞു കിട്ടുന്നത് മാത്രമല്ല, അവൻ മുന്നയോട് സംസാരിച്ച് മുന്നേക്ക് തന്നെയുള്ള ദേഷ്യത്തിലൊരു കുറവ് വരുത്തിയേനെ. എന്നിട്ടും പറയാൻ നിന്ന് എബിയും താജും തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. എബി താജിനോടൊന്നും തന്നെ ഒളിച്ചു വെക്കാറില്ല. ഇക്കാര്യം എബി താജിനോട് പറഞ്ഞാലുള്ള അവസ്ഥ എന്തെന്ന് ഓർക്കാൻ കൂടി വയ്യ. അതിനേക്കാളേറെ ലൈല എല്ലാം അറിഞ്ഞാൽ അവൾ പിന്നെ തന്നോടൊരിക്കലും മിണ്ടില്ല. ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാവും. എല്ലാം കൂടി ഓർത്തപ്പോൾ നുസ്രയ്ക്കൊരു സമാധാനവും കിട്ടിയില്ല. ചെയ്ത തെറ്റിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് തന്നെ കിടന്നു. ആ ദിവസവും എവിടെയും തൊടാതെ കടന്നുപോയി. താജുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതിനേക്കാൾ അവൾക്ക് വിഷമം സനുവിനെ പിരിഞ്ഞതിലായിരുന്നു. എപ്പോൾ ഫോൺ വിളിച്ചാൽ ആ സ്ത്രീയായിരിക്കും ഫോൺ എടുക്കുക. പക്ഷേ ഇനിയും സനുവിൻ്റെ ശബ്ദം കേൾക്കാതെ നിന്നാൽ നെഞ്ച് പൊട്ടിപ്പോകുമെന്ന് തോന്നി അവൾക്ക്. രണ്ടും കൽപ്പിച്ച് ഫോൺ വിളിച്ചു. എടുത്ത ആ സ്ത്രീ തന്നെയായിരുന്നു. അവളുടെ ഹലോ എന്നുള്ള ശബ്ദം കേട്ടതും അവർ തുടങ്ങി അവളെ വിറപ്പിക്കാൻ. അവൾ ദേഷ്യത്തോടെ അലറി വിളിച്ചുകൊണ്ട് ഫോൺ നിലത്തേക്ക് എറിഞ്ഞു. അത് ചെന്ന് വീണത് റൂമിലേക്ക് കയറി വരുന്ന താജിൻ്റെ മുന്നിലേക്കാണ്. 4 ഭാഗത്തേക്കും തെറിച്ചിട്ടുണ്ട്. അവനതെല്ലാം പെറുക്കിയെടുത്ത് സെറ്റ് ചെയ്തു. പക്ഷേ ഒന്നും കാണുന്നില്ല. ഫ്രണ്ട് ഭാഗമാകെ പൊടിഞ്ഞിട്ടുണ്ട്. അവൻ താഴേക്ക് ഇറങ്ങി. സോഫയിലിരിക്കാൻ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. എബിയാണ്. ഇന്നലെ രാവിലെ തൊട്ട് തുരുതുരാ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്.
പക്ഷെ ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്തില്ല. കട്ട് ചെയ്യുകയും മെസ്സേജ് കൺറീഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല. കോൾ അറ്റൻഡ് ചെയ്ത് സോഫയിലേക്ക് ഇരുന്നു. കെട്ടിയോളെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ ഇരുന്നോ, ഒന്നും അറിയണ്ടല്ലോ നിനക്ക്, ഇപ്പം നമ്മളൊന്നും വേണ്ടല്ലോ. അവൻ ഫോൺ എടുത്ത് എബി കലിപ്പായി. അവനൊന്നും മിണ്ടിയില്ല, കേട്ടിരുന്നു. ഇന്നലെ രാവിലെ തൊട്ട് വിളിക്കുന്ന ആളാണ് ഞാൻ, എന്താണ് ഫോൺ എടുക്കാത്തേ? അതൊക്കെ പോട്ടെ, എന്താ കോളേജിലേക്ക് വരാത്തേ? നിന്നെ മാത്രമല്ല അവളെയും കാണുന്നില്ല. കെട്ടുകഴിഞ്ഞവളെ രണ്ടും കോളേജും പഠിത്തം വേണ്ടെന്ന് വെച്ചോ? അവളുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ നാളെ തൊട്ട് വരും. ഞാനൊന്നും പറയുന്നില്ല, നിന്റെ മൂടി ശല്യം നീ ഫോൺ എടുക്കാൻ തോന്നി. ഇലക്ഷൻ റിസൾട്ട് വന്നു, അവർ എന്നെ വിളിച്ച്. നീ മുന്നേ ഈക്വൽ ഏതായാലും ഒരു സ്ഥാനത്ത് രണ്ടാൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ മാത്രം വെച്ച് ഒരു ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. സ്റ്റാഫിൻ്റെ അഭിപ്രായം പ്രിൻസി സമ്മതിച്ചു, പക്ഷേ മുന്നേ വേണ്ടാന്ന് പറഞ്ഞു. ഇനിയൊരു ഇലക്ഷൻ്റെ ആവശ്യമില്ലെന്നും ഒരു കൗതുകത്തിന് വേണ്ടി മത്സരിച്ചാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ഉണ്ടായിരുന്ന പോലെ നീ തന്നെ മതി ഈ വർഷം എന്ന് പറഞ്ഞു. സോ നിന്നെ തന്നെ ഡിസൈഡ് ചെയ്തു. ഇപ്പം എല്ലാവരുടെയും ചോദ്യം നീ എവിടെയെന്നാ? എന്തായാലും നാളെ തൊട്ട് വാ, ലൈലയും കൂട്ടിക്കോ. ആ ശരി, അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. എന്താണ് ഒരു നല്ല വാർത്ത കേട്ടിട്ട് സന്തോഷമില്ലാത്ത? നീ ജയിച്ചില്ലേ? നിന്റെ ആഗ്രഹം പോലെ ആ സ്ഥാനം നിനക്ക് തന്നെ കിട്ടിയില്ലേ? ആർക്ക് വേണം ആ സ്ഥാനം? ഞാൻ ആ സ്ഥാനം ആഗ്രഹിച്ച് എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല, അവളോടുള്ള വാശിയില്ല. അവിടെ മുമ്പിൽ തോറ്റുപോകാൻ നിൽക്കാനാ. പക്ഷേ ഇപ്പം ഞാൻ തോറ്റുപോയി. അവിടെ മാത്രം ജയിച്ചിട്ടെന്തിനാ? ഇവിടെ അവിടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പരാജയപ്പെട്ടു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. അവളെ കണ്ടുമുട്ടുക കൂടി വേണ്ടായിരുന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആ ദേഷ്യം അവൻ്റെ ഉള്ളിലെ വേദനയാണെന്ന് എബിക്ക് മനസ്സിലായി. അയ്യേ, നീ എന്താടാ ഇങ്ങനെ? ഞാൻ വിചാരിച്ചു നീ അവളെ വരച്ചവരയിൽ നിർത്തുമെന്ന്. ഇതിപ്പോൾ 3 ദിവസം തേങ്ങുന്നതിന് മുന്നേ നീ തോറ്റ് തുന്നം പാടിയോ? അവളുടെ മുമ്പിൽ നീ അടിയാറ് പറഞ്ഞു. അയ്യേ അയ്യയ്യേ, നാണക്കേട്. ആണുങ്ങളുടെ വിലകളൻ ഇപ്പോഴേ തളർന്നു പോയാൽ എങ്ങനെയാ? ഇല്ല, പാടില്ല, തളർന്നു പോകാൻ പാടില്ല. ഉയർത്തി എഴുന്നേൽക്ക്. അവൻ്റെ മൂഡ് മാറിക്കട്ടെ എന്ന് കരുതി എബി ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. പട്ടി, നിനക്ക് ചിരി. ഇവിടെ അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് ആ ഭ്രാന്തി വരാ. ഊണില്ല, ഉറക്കില്ല, ആരോടും സംസാരമില്ല, ഒരേ ഇരിപ്പും കരച്ചിലും മാത്രം. പിന്നെ കണ്ണി കണ്ടൊക്കെ എടുത്തെറിയോ? അതാ എൻ്റെ ഏറ്റവും വലിയ പേടി. അടുത്തത് എന്നെയായിരിക്കും അവളെ എടുത്തെറിയുക. അവളുടെ ആ വെടിക്കെട്ട് പ്രസംഗമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഡാഡിയോടും കൂട്ടില്ല, ചോദിച്ചവരൊന്നും മിണ്ടില്ല. വായ തുറപ്പിക്കാൻ അറിയാനിട്ടല്ല, ദേഷ്യം വന്ന കണ്ണ് കാണില്ല അവൾക്ക്. അവളെ തന്നെ വേദനിപ്പിച്ച് കളയുന്നൊരു പേടി. അല്ല, പെണ്ണല്ലേ ഐറ്റം. ആത്മഹത്യക്ക് എങ്ങാനും ശ്രമിച്ചാലോ? എനിക്കൊന്നും വയ്യ ശിഷ്ടകാലം സെൻട്രൽ ജയിലിൽ ഉണ്ട വിഴുങ്ങാൻ. ഉണ്ടയോ? അതൊക്കെ പണ്ട്. ഇപ്പൊ ബിരിയാണിയാണെന്നൊക്കെയാണോ പറയുന്നത്? പത്രം വായിക്കാലോ നീ. പട്ടി, വെച്ചിട്ട് പോടോ. അതറിയാവുന്നുണ്ടല്ലേ മുത്തേ ഞാനൊന്നും അവിടെ വരെ വരാത്ത. എടാ, നീ ഇങ്ങനെ അവളോട് സംസാരിക്കാൻ അടുക്കാതിരിക്കുന്ന കാര്യങ്ങൾ എവിടെ എത്തില്ല. അവൾ പാടെ ഒതുങ്ങിപ്പോവും. നിന്റെ ലൈലയെ നിനക്ക് എന്നേക്കായിട്ട് നഷ്ടപ്പെട്ടു. നിനക്ക് വേണ്ടത് ആ പഴയ ലൈലയല്ലേ? നിന്നെ കാണുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്ന ആ വാശിക്കാരി. അതിന് നീ തന്നെ വിചാരിക്കണം. നീ അവളെ ചുമ്മാ വിടണ്ട, ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കണ്ട. പഴയതുപോലെ തൊട്ടും തോണിയും ചൊറിഞ്ഞൊക്കെ നിൽക്ക്. അവസരം നോക്കണ്ട, എപ്പോഴും ശല്യം ചെയ്തു. എത്രയാന്ന് വെച്ചാൽ അവൾ മിണ്ടാ സഹിച്ചിക്കുക. അവളല്ലേ ആള്, നിൽക്കില്ല, നിന്നെ തെറിപ്പിച്ചോളും. ഓരോ മച്ചാനും നിനക്ക്. പിന്നെ നാളെ കോളേജിൽ കൂട്ടിക്കോ, വീട്ടിലിരുത്തണ്ട. നീ വിളിച്ചാൽ വരാൻ സാധ്യത കുറവാണ്. അതിനൊക്കെ നിന്റെ പതിവ് രീതി തന്നെ എടുത്തോ. അവളെ തൂക്കുകയോ പൊക്കുകയോ എന്താ ചായിക്കോ. അവൾ നിന്റെ ഒന്നിച്ച് കോളേജിലേക്ക് നാളെ വന്നാൽ മതി. എബി വലിയ സംഭവം പോലെ പറഞ്ഞു കൊടുത്തു. ആ പരട്ടക്കിളവൻ പറഞ്ഞ നീയും കേട്ടതല്ലേ, യഥാർത്ഥ ശത്രു മറ്റൊരാളാണെന്ന്. അതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. മറഞ്ഞെന്ന് എന്നെ അവളെ ചതിച്ച ആരാണെന്ന് എനിക്കറിയണം, എത്രയും പെട്ടെന്ന് തന്നെ. എബി പറഞ്ഞ പോലെ ലൈലയെ ചൊറിയാൻ തന്നെ തീരുമാനിച്ചു. നേരെ റൂമിലേക്ക് വിട്ടു. അവൾ കട്ടിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. ശബ്ദമുണ്ടാക്കാതെ അടുത്ത് ചെന്നപ്പോൾ അവൾ കരയുക തന്നെയാണ്. പിന്നെയൊന്നും നോക്കിയില്ല. അവളെ പറ്റി ചേർന്ന് കിടന്ന് മുഖം അവളുടെ കഴുത്തിൽ ചേർത്തു. നിർത്താനായില്ല നിനക്ക് ഈ കരച്ചിൽ? എന്താ ഉദ്ദേശം? എൻ്റെ വീട് വെള്ളത്തിലാക്കാനാണോ? മതിയടി, ചുമ്മാ കണ്ണീര് വേസ്റ്റാക്കാതെ. ഇനിയും ജീവിതത്തിൽ ബാക്കി കിടപ്പുണ്ട്. എൻ്റെ ഒന്നിച്ചല്ലേ നിന്റെ ലൈഫ്. കരയാനുള്ള അവസരം ധാരാളം ഉണ്ട്, ഞാൻ ഉണ്ടാക്കിത്തരാം. നീ ഇപ്പോൾ നിർത്ത്, ഇല്ല എനിക്ക് ദേഷ്യം. അവൻ പറഞ്ഞിരുന്നില്ല. അതിനു മുന്നേ അവൾ കഴുത്തു കുടഞ്ഞ് മലർന്നു കിടന്നു. പെട്ടെന്നായതുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നു. അവിടെ ശ്വാസമൊന്ന് ഉയർന്നു പൊങ്ങി. അവന് മുഖമെടുക്കാനേ തോന്നിയില്ല. അവിടെ തന്നെ അമർത്തി വെച്ചു. അവൾ അപ്പോൾ തന്നെ 2 കൈ കൊണ്ട് ശക്തിയായി അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. നല്ല വേദന അനുഭവപ്പെട്ട് കാരണം അവൻ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് നോക്കി. ആ തക്കത്തിന് അവൾ അവൻ്റെ നെഞ്ചിലൊരു ഉന്തുവെച്ച് കൊടുത്തു. എന്താണ് പട്ടി നിനക്ക് വേണ്ട? അവൾക്ക് ഒന്നാകെ വന്നിരുന്നു. കേൾക്കാൻ കൊതിച്ച് കേട്ടത് കാരണം അവനും ചിരിച്ചു. പതിയൊരു കൈ അവളുടെ ചുമലിൽ നിന്നെടുത്ത് കവിളിന് താഴെ കഴുത്തിൽ കൊണ്ടുവച്ചു. അവൾ അസഹനീയതയോടെ പല്ലുകൾ കടിച്ചു പിടിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചു. കവിളിലേക്ക് എന്തോ തറഞ്ഞ് കയറുന്നവൾ അറിഞ്ഞു.
കണ്ണു തുറന്ന് നോക്കി. അവൻ്റെ താടിയാണെന്ന് കണ്ടത് നിയന്ത്രണം വിട്ടു. സകല ശക്തിയും എടുത്ത് ഒരു മറിയിൽ മറിഞ്ഞു. അവൻ അടിയിലും അവൾ മേളിലുമായി. ഒന്നും നോക്കിയില്ല. എഴുന്നേറ്റ് അവൻ്റെ നെഞ്ചിൽ കയറിയിരുന്നു. 2 കൈകൊണ്ടും അവൻ്റെ കഴുത്തിന് അമർത്തി പിടിച്ചു. എന്താണ് നിനക്ക് വേണ്ടത്? ദേഹത്തോടാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കഴുത്തിലൊരു മാല കെട്ടിയതെന്ന് കരുതി എന്നിൽ അവകാശം സ്ഥാപിക്കാൻ വരരുത്. പണ്ടേ പറഞ്ഞിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ വരരുതെന്ന്. നീ എൻ്റെ ഭർത്താവല്ല, ഞാൻ നിന്റെ ഭാര്യയല്ല. ഞാൻ കരയും, ഇനിയും കരയും. നിനക്കെന്താ സന്തോഷല്ലേ? നീ ആഗ്രഹിച്ചത് തന്നെയല്ലേ? ആസ്വദിക്ക്, നിനക്ക് വേണ്ടുവോളം ആസ്വദിക്ക്. എൻ്റെ കണ്ണുനീരും വേദനയൊക്കെ മുരിങ്ങാക്കോല് പോലെയുള്ളവർക്ക് കാട്ടാനയുടെ ശക്തിയോ കാണിച്ചു തരാടി നിനക്ക്. അവൻ നെഞ്ചും കഴുത്തൊക്കെ തടവിക്കൊണ്ട് എണീറ്റു. ഡീന്ന് അലറിക്കൊണ്ട് അവൾക്ക് പിന്നാലെ പോയി. അവൾ അപ്പോഴേക്കും താഴേക്ക് എത്തിയിരുന്നു. വീട്ടില്ല, നിക്കടിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി. ചെന്നുപെട്ടത് ഉപ്പാന്റെ മുന്നിലേക്ക്. എന്താടാ? ഉപ്പ അവൻ അടിമുടി നോക്കി. ആ രാക്ഷസിനെ കൊല്ലാൻ നോക്കി. അവൻ ഒന്നാകെ തിളച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ അടുത്ത് പിടിച്ചിരിക്കണ്ടടാ അവൾക്ക്. ഉപ്പാക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഓ ഡാഡ്, അവളെന്റെ നെഞ്ചത്തേക്ക് വെട്ടുകത്തി കയറ്റുമ്പോഴും ഡാഡ് ഇത് തന്നെ പറയണം. ശ്രമിക്കാം. ഉപ്പാന്റെ ചിരി പുറത്തേക്ക് വന്നു. ഈ ചിരിക്കുള്ള ഞാൻ തരാം. അതിനു മുന്നേ അവൾക്കുള്ള കൊടുക്കട്ടെ. മൂദേവി എന്നെ നെഞ്ചത്ത് കയറിയിരുന്ന അവിടെ മാനാക്രമങ്ങള്. അവൻ കലി തുള്ളിക്കൊണ്ട് അവളെ നോക്കി പോവാൻ നിന്നു. ഉപ്പ അവനെ പിടിച്ചു വെച്ചു. എങ്ങാനും നീ അവളെ തൊട്ടാ നിന്റെ കൈ ഞാൻ ഒടിക്കും. അത് വേണമെങ്കിൽ മര്യാദ കയറിപ്പോ, അല്ലാതെ ചോറിയാൻ നിൽക്കണ്ട കേട്ടല്ലോ. താജ് അടുത്തേണ്ട സാധനങ്ങളെല്ലാം തച്ചൊടിച്ച് ദേഷ്യത്തോടെ നിന്നു. താജ്, ഉപ്പ അടുത്തേക്ക് എന്നും അവൻ വേ മുകളിലേക്ക് കയറിപ്പോയി. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കാനാ എൻ്റെ പടച്ചോനെ? അവൻ്റെ ഉപ്പ തലക്ക് കൈ കൊടുത്ത് നിന്നു. ഇതൊക്കെ അടുക്കളയിൽ നിന്ന് ലൈല കാണുന്നുണ്ടായിരുന്നു. താജ് ഉപ്പാന്റെ മുന്നിൽ അത്രയുമൊക്കെ ദേഷ്യം കാണിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് കാരണം താനാണല്ലോ എന്ന് ഓർത്തതും അവൾക്ക് മനസ്സിലൊരു വല്ലായ്മ അനുഭവപ്പെട്ടു. എബി അന്നൊരു വട്ടം പറഞ്ഞിരുന്നു ഉപ്പ പാവമാണെന്നും അവൻ ഒരുപാട് ലാളിച്ചാണ് വളർത്തിയതെന്നും. അതൊക്കെ ശരിയാണെന്ന് ഈ ഒറ്റ കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. വെറുതെ അല്ല അവനിങ്ങനെ തെമ്മാടിയായി നടക്കുന്നു. ഉപ്പ ഇത്രയും പാവായതുകൊണ്ടാണ്. അവനിപ്പോൾ ഒരു കാര്യമില്ല, സകല സാധനങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഉപ്പ അവനൊന്നും ശകാരി കൂടി ചെയ്തില്ല. വെറുതെ അല്ല പറയുന്നത് ആൺമക്കളെ നന്നാക്കാൻ ഉമ്മമാര് തന്നെ വേണമെന്ന്. ഉമ്മ? അപ്പോഴാണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അത് ചോദിക്കാനും അറിയാനൊക്കെ വേണ്ടി അവൾ പൗലോസേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങി. എന്താ കൊച്ചേ, എന്തേലും വേണോ? അവൾ അടുത്തേക്ക് വന്നു കണ്ട് പൗലോസേട്ടൻ ചോദിച്ചു. ഏയ് ഒന്നും വേണ്ട, ഞാൻ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. അവൻ്റെ ഉമ്മാക്ക് എന്തു പറ്റിയതാ? എങ്ങനെയാ മരണപ്പെട്ടെ? അയ്യോ കൊച്ച മരണപ്പെട്ടു പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ ഹാളിൽ നിന്ന് ഉപ്പാന്റെ പൗലോസേ എന്നുള്ള വിളി വന്നു. സാറ് വിളിക്കുന്നുണ്ട്, നോക്കിയിട്ട് വരാവേ. പൗലോസേട്ടൻ ഹാളിലേക്ക് നടന്നു. അവൻ തകർത്തുടച്ചതൊക്കെ പെറുക്കാനെടുക്കാനും ക്ലീൻ ചെയ്യാനുമൊക്കെ വേണ്ടിയാണ് പൗലോസേട്ടനെ വിളിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. എല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഒരു നേരമാവും. അതുകൊണ്ട് അവൾ പൗലോസേട്ടൻ വരെ നോക്കിക്കുകയൊന്നും ചെയ്തില്ല. പിന്നീട് ചോദിക്കാമെന്ന് കരുതി ഫ്രിഡ്ജിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് കുടിച്ച് മുകളിലേക്ക് കയറി. താജിന്റെ കോള് കട്ട് ചെയ്ത് എബി നേരെ പോയത് ഓഫീസിലേക്കായിരുന്നു. മേ കമിൻ സർ? ഓട്ടുക്കഥ മര്യാദയും ബഹുമാനമൊക്കെ കാണിച്ച് പ്രിൻസിയുടെ ക്യാബിനിലേക്ക് കയറി. ഞാൻ കയറാൻ പറഞ്ഞില്ലല്ലോ. പ്രിൻസി കണ്ണട താഴ്ത്തി വെച്ച് അവനെ തുറിച്ചു നോക്കി. സോറി സർ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം, എന്നിട്ട് ഒന്നുകൂടെ ചോദിക്കാം, അന്നേരം പറഞ്ഞാൽ മതി. അവനെ വിളിച്ച് കാണിച്ചു. ഷട്ട് അപ്പ്! പ്രിൻസി കൈ ഡെസ്കിലടിച്ചു. വീണ്ടും സോറി സർ. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ചിരിച്ചാൽ കാര്യം നടക്കില്ലെന്ന് ഓർത്ത് കൺട്രോൾ ചെയ്ത് നിന്നു. എന്തു വേണം? നിന്റെ ഈ മരമോന്ത കാണിക്കാൻ വേണ്ടി വന്നാണോ? പ്രിൻസിയുടെ ശബ്ദത്തിൽ നീരസം. അതവൻ താജിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരുന്നു. നോ സർ, എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണമായിരുന്നു. ഡിഗ്രി ലെവലൊരു ഇൻ്റർവ്യൂ പത്രത്തിൽ കണ്ടു, അതിനു വേണ്ടിയാ. അതിന് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇവിടെയല്ല, സ്റ്റാഫ് റൂമിലെ ഷെൽഫിലാ. നീ മനോജിനോട് ചോദിക്കൂ, അവനെടുത്തു തരും. മനോജേട്ടനോട് ഞാൻ ചോദിച്ചു, അവിടെയല്ല ഇവിടെയാണെന്ന് പറഞ്ഞു. അത് എംകോം സ്റ്റുഡൻസിൻ്റേത് സാറിൻ്റെ ഷെൽഫിലാണെന്ന് പറഞ്ഞു. ഉള്ളതും ഇല്ലാത്തതുമായ വിനയം ഫിറ്റ് ചെയ്ത് അവൻ പറഞ്ഞു. പ്രിൻസി അവനെ നോക്കി കടുപ്പിച്ചൊന്ന് മൂളി. ശേഷം ചെയറിൽ നിന്ന് എണീറ്റ് ഷെൽഫ് തുറന്ന് അതിലേക്ക് ശ്രദ്ധ കൊടുത്തു. ആ നേരം കൊണ്ട് അവൻ ടേബിളിരിക്കുന്ന പ്രിൻസിയുടെ ഫോൺ എടുത്ത് കോൾ ലിസ്റ്റ് പരിശോധിച്ചു. നോക്കി തന്നെ മിനിയാന്ന് പ്രശ്നമുണ്ടായ ദിവസത്തെ 10-11 കോൾസാണ്. സേവ് ചെയ്യാത്തൊരു നമ്പർ കണ്ടു. അവൻ അപ്പം തന്നെ ഫോണിലേക്ക് ഡയൽ ചെയ്തെടുത്തു. പ്രിൻസി തിരിയുന്നതിന് മുന്നേ പ്രിൻസിയുടെ ഫോൺ പഴയപടി വെച്ച് അവൻ്റെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. ഇതിനകത്തില്ല, ഞാൻ പറഞ്ഞല്ലേ, അതൊക്കെ സ്റ്റാഫ് റൂമിലെ ഷെൽഫിലാ. അല്ലെങ്കിൽ നിന്റെ ക്ലാസ് ട്യൂട്ടറുടെ ഫയലിലുണ്ടാവും. ഇല്ലേ? അവൻ നിഷ്കുഭാവത്തിൽ ചോദിച്ചു. ഇല്ലെന്നല്ലേ പറഞ്ഞത്? മനോജിനോട് പറ, അവൻ നോക്കി എടുത്തു തരും, വെറുതെ സമയം കളയാൻ വേണ്ടി. പ്രിൻസിപ്പൾ അമർഷത്തോടെ കസേരയിലേക്ക് ഇരുന്നു. ഓ, മൂന്നാമത് സോറി സർ. യു ഗെറ്റ് ഔട്ട്! പ്രിൻസിയുടെ ശബ്ദം പൊങ്ങി. അവന് വിളിച്ചു കാണിച്ചു. അപ്പം തന്നെ പോവാൻ നോക്കി.
എന്തോ ഓർത്ത പോലെ പെട്ടെന്ന് തിരിഞ്ഞ് പ്രിൻസിയെ നോക്കി സാറെന്ന് വിളിച്ചു. അല്ല സാർ, മിനിയാന്ത ആളെ കിട്ടിയോ? സാറിനെ ഇൻഫോം ചെയ്ത ആളെ? ഒന്നുമില്ല, അയാൾ കാരണല്ലേ അന്ന് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും സാറിന് അത്രയൊക്കെ അപമാനം ഏറ്റുവാങ്ങേണ്ടിയൊക്കെ വന്ന്. ആളിനെ കിട്ടാൻ പണിയൊന്നുമില്ല. ഈ കോളേജിലൊരു സ്റ്റുഡൻറ് തന്നെയാ, ഒരു പെൺകുട്ടി. ഫോൺ നമ്പറുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഇനി അതിൻ്റെ പിന്നാലെ മെനക്കെടാൻ സമയമില്ല. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയുള്ളത് ആ കുട്ടിയെ കണ്ടുപിടിച്ച് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതേതായാലും വേണ്ട, ഒരബദ്ധമാണെന്ന് കരുതി വിടാം. ആയുഷ്യം ഇനിയാന്ന് തന്നെ അവസാനിച്ചു. ഇനി അത് ഓപ്പൺ ചെയ്യണ്ട. പെൺകുട്ടിയല്ലേ, നാണം കെടുത്തണ്ടെന്ന് കരുതിയിട്ടാ. പ്രിൻസി പറഞ്ഞു കേട്ട് അവൻ്റെ കിളി പോയി. ഈ കിളവൻ നന്നായോ? അവൻ തൊള്ളയും തുറന്ന് പ്രിൻസിയെ അടിമുടി നോക്കി. അതുകൊണ്ട് പ്രിൻസി വീണ്ടും ഗെറ്റ് ഔട്ട് എന്ന് ശബ്ദിച്ചു. അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. ആ നമ്പർ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ. ഫോൺ എടുത്ത് നോക്കി. താജിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി സ്ട്രേഞ്ചർ എന്ന് സേവ് ചെയ്യാൻ ഒരുങ്ങിയതും നെയിം സ്പേസിൽ നുസ്രയുടെ പേര് തെളിഞ്ഞു വന്നു. അവനൊരു നിമിഷം പകച്ചു നിന്നു. ഒന്നും മനസ്സിലായില്ല. പക്ഷേ നുസ്രയുടെ ഇന്നലത്തെ മുഖവും ശബ്ദവും ഒക്കെ അവൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഇതായിരുന്നോ അവൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്തിനായിരിക്കും അവളിത് ചെയ്ത്? താജിനെ ലൈലയെ ഒരുമിപ്പിക്കാൻ വേണ്ടിയോ? അങ്ങനെയാണെങ്കിൽ എന്നോട് പറയാത്തതെന്തേ? സാധാരണ അവർ രണ്ടുപേരെ അടുപ്പിക്കാൻ നോക്കുന്ന എന്ത് പരിപാടി പ്ലാൻ ചെയ്യുമ്പോഴും അവൾ തന്നോട് ആലോചിക്കാറുണ്ട്. അപ്പോൾ താജു ലൈലയെ ഒരുമിക്കാൻ മാത്രമല്ല ലക്ഷ്യം, മറ്റെന്തോ ഉണ്ട്. അവനൊരു എത്തുംപിടിയും കിട്ടിയില്ല. ഒന്നും മനസ്സിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം മുന്നയോട് പറയണമെന്ന് കരുതി നേരെ മുന്നയുടെ അടുത്തേക്ക് ചെന്നു. ഉള്ളിലുള്ള കാര്യവും സംശയങ്ങളൊക്കെ മുന്നയോട് പറഞ്ഞു. മുന്നൊന്നും മിണ്ടിയില്ല. എല്ലാം കേട്ട് നിൽക്കുക മാത്രമാണ് ചെയ്ത്. നീ എന്താണൊന്നും പറയാത്തത്? നുസ്രയായിരിക്കുമോ അവൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് നിനക്ക്? മുന്നയുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എബി വല്ലാത്തൊരു ഭാഗത്തോടെ ചോദിച്ചു. ഞാനെന്ത് പറയാനാടാ, നിന്റെ സംശയങ്ങളൊക്കെ ശരി തന്നെയാ. നുസ്രയാണ് അന്നത്തെ ആ സംഭവത്തിന് പിന്നിൽ. ഞാൻ അന്നേനെ അറിഞ്ഞ എന്ന് തുടങ്ങി അന്നുണ്ടായ ബാക്കി സംഭവങ്ങൾ മുന്നേ എബിയോട് പറഞ്ഞു. എല്ലാം കേട്ട് എബി ഒരു നിമിഷം മൗനം പാലിച്ച് മുന്നേ ഒന്നും മിണ്ടാൻ നിന്നു. അപ്പോൾ വെറുതെ അല്ല അവളുടെ മുഖമൊക്കെ വീർത്തിട്ടിരുന്ന്. അവളുടെ ക്ഷീണത്തിന് കാരണം ഇതാണല്ലേ? നീ വല്ലാണ്ട് തല്ലിയല്ലേ അവളെ? എബി അസ്വസ്ഥതയോടെ ചോദിച്ചു. പിന്നെ ഞാൻ എന്താ വേണ്ടത്? കൂടെ നിന്ന് ചാദിച്ചില്ല അവള്. ആദ്യമായിട്ടാ പെണ്ണൊരുത്തിയുടെ നേർക്ക് എൻ്റെ കൈ ഉയർത്തിയത്. അത് ഒപ്പം ചേർന്ന് വിശ്വാസം നേടിയെടുത്തൊരു പെണ്ണ് ചതി കാണിച്ചെന്ന് അറിഞ്ഞപ്പോൾ സഹിച്ചില്ല. തല്ലാനല്ല കൊല്ലാൻ കൈധരിച്ചാ. മുന്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. തെറ്റ് തന്നെ അവൾ ചെയ്തു, ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ്. പക്ഷെ അതവളുടെ വിവരക്കേടായി കണ്ടാൽ മതിയായിരുന്നു. അത്രയൊക്കെ അടിക്കണ്ടായിരുന്നു. എന്തിനാ അവൾ ചെയ്തതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ നീ. ഒരേ സമയം താജിനും ലൈലയും അവൾക്ക് നിന്നെയും കിട്ടാൻ വേണ്ടി. അവൾ ആലോചിച്ചപ്പോൾ ആ ഒരു വഴി മാത്രമേ മുന്നിൽ കണ്ടു കാണും. ആഗ്രഹിച്ചു നേടാൻ ഒരു ബുദ്ധിമോശം, അത്രയും കരുതിയാൽ മതിയിരുന്നടാ. വിവരക്കേടോ ബുദ്ധിമോശമോ എങ്ങനെ പറയാൻ കഴിയുന്ന എനിക്കിത്? വിവരവും ബുദ്ധിയെ കൂടിയതിൻ്റെ ഇത്. മുന്നേ പല്ലുകടിച്ചു പിടിച്ച് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.